ഇപ്പോൾ ഫാൻറ്റം സോണിൽ വന്ന സൂപ്പർമാൻ ആർഗോണിയം 44 എന്ന സബ്സ്റ്റൻസ് നോക്കി പറന്ന് നടക്കുകയാണ്. ഇതേസമയം സിറ്റിയിൽ സൂപ്പർമാൻ മരിച്ചുവെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ലെക്സ് ലൂഥർ രാത്രിയിൽ ഒരു പാർട്ടി നടത്തുകയാണ്. പക്ഷേ ആ പാർട്ടി ബിസിനസ് പരമായ കാര്യങ്ങൾ പറഞ്ഞാണ് ലെക്സ് ലൂഥർ നടത്തുന്നത്. അങ്ങനെ പാർട്ടി നടന്നുകൊണ്ടിരിക്കെ അവിടെ ആ ബ്രെയിനിയൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കിയാണ്. അത് കണ്ട ലെക്സ് ലൂഥറിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ലെക്സ് ലൂഥർ നേരത്തെ ബ്രെയിനിയാക്കിനോട് സൂപ്പർമാനെ കൊന്നതിന് ശേഷം സിറ്റിയിൽ ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണമെന്നും അപ്പോൾ ബ്രെയിനിയാക്കിനെ തോൽപ്പിക്കാനായി ജനങ്ങളുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോയായി മാറി താൻ വരുമെന്നും ലെക്സ് ലൂഥർ ബ്രെയിനിയാക്കിനോട് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ഇപ്പോൾ ബ്രെയിനിയാക്ക് തൻ്റെ പ്ലാൻ അനുസരിച്ച് ജനങ്ങളുടെ മുന്നിൽ പ്രശ്നമുണ്ടാക്കുകയാണെന്ന് വിചാരിച്ച് ഉടനെ തന്നെ ഒരു വലിയ ആർമറൊക്കെ ധരിച്ച് ബ്രെയിനിയാക്കുമായി ഒറിജിനൽ അല്ലാത്ത ഒരു നാടകീയമായ ഫൈറ്റ് നടത്തുവാനായി ബ്രെയിനിയാക്കിൻ്റെ അടുത്ത് ലെക്സ് ലൂഥർ ചെല്ലുകയാണ്. പക്ഷേ ബ്രെയിനിയാക്ക് ലെക്സ് ലൂഥറിനെ ചതിക്കുന്നു. ബ്രെയിനിയാക്ക് ലെക്സ് ലൂഥറിനിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലെക്സ് ലൂഥറിനോട് ഞാൻ ഈ ഭൂമിയെ കീഴടക്കുമെന്നും നിനക്ക് ഞാൻ വിട്ടുതരില്ല എന്നും ബ്രെയിനിയാക്ക് പറയുകയാണ്. അത് കേട്ട് പാവം ലെക്സ് ലൂഥർ ഞെട്ടിപ്പോവുകയാണ്. ബ്രെയിനിയാക്ക് ലെക്സ് ലൂഥറിനിട്ട് എടുത്തിട്ട് അടി കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സൂപ്പർമാൻ ആർഗോണിയം 44 എന്ന സബ്സ്റ്റൻസ് കണ്ടെത്തി അതിൽ നിന്നും കുറച്ചെടുത്ത് തൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചതും സൂപ്പർമാൻ്റെ ശരീരവും ആരോഗ്യമെല്ലാം കൂടുതൽ മെച്ചപ്പെടുകയാണ്. എന്നിട്ട് ഇപ്പോൾ സൂപ്പർമാൻ അതിൽ നിന്നും കുറച്ച് ആർഗോണിയം ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെയുള്ള ഫാൻറ്റംസിൻ്റെ കെണിയിൽ സൂപ്പർമാൻ അകപ്പെടുകയാണ്. എന്ന് വെച്ചാൽ സൂപ്പർമാൻ്റെ മൈൻഡ് ഇപ്പോൾ ആ ഫാൻറ്റംസ് കൺട്രോളിലെടുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂപ്പർമാൻ ഒരു ഇമാജിനേഷൻ വേൾഡിലേക്ക് ചെല്ലുകയാണ്. അത് യാഥാർത്ഥ്യമായ ഒരു ലോകമല്ല എന്ന് സൂപ്പർമാന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ സൂപ്പർമാൻ ഇപ്പോൾ ഭൂമിയിലെത്തി ഈ ആർഗോണിയം ലോയിസിന് നൽകി ലോയിസിൻ്റെ ജീവൻ രക്ഷിക്കുകയും താൻ ആരാണെന്ന രഹസ്യം ലോയിസിനോട് പറഞ്ഞ് ലോയിസിനെ പ്രപ്പോസൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ആ ഇമാജിനേഷൻ വേൾഡിൽ നടക്കുന്നത്. അതൊന്നും തിരിച്ചറിയാൻ സൂപ്പർമാന് സാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ലോയിസിന് സൂപ്പർമാനോടുള്ള ഇരട്ടി സ്നേഹവും മാത്രമല്ല പിന്നീട് ബ്രെയിനിയാക്കിനെ തടയുവാൻ പോകുന്നതിൽ നിന്നും സൂപ്പർമാനെ തടയുകയും ഇനി ഭൂമിയിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും പോകരുതെന്നും തനിക്കൊപ്പം എപ്പോഴും വേണമെന്നും ലോയിസ് സൂപ്പർമാനോട് പറയുകയാണ്. ഇപ്പോൾ ലോയിസിൻ്റെ ഈ പുതിയ പെരുമാറ്റം കണ്ടതും സൂപ്പർമാന് താനിപ്പോഴും ആ ഫാൻറ്റം സോണിൽ തന്നെയാണെന്നും ഇതൊരു ഇമാജിനേഷൻ മാത്രമാണെന്നും ഇതെല്ലാം ഫാൻറ്റംസിൻ്റെ പണിയാണെന്നും മനസ്സിലാകുകയാണ്. ഉടനെ തന്നെ സൂപ്പർമാൻ ആ ഫാൻറ്റംസിൻ്റെ മൈൻഡ് കൺട്രോളിൽ നിന്നും പുറത്തു വന്ന് ഫാൻറ്റംസിനെ എല്ലാം അടിച്ചു വീഴ്ത്തി വേഗം അവിടുന്ന് ഭൂമിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നതും സിറ്റിയിൽ ബ്രെയിനിയാക്ക് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട സൂപ്പർമാൻ ലോയിസിൻ്റെ അടുത്തേക്ക് ആദ്യം പോകാതെ അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനായി അങ്ങോട്ട് ചെന്ന് ബ്രെയിനിയാക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ സൂപ്പർമാൻ തിരിച്ചു വന്നത് കണ്ട് ഞെട്ടിയ ബ്രെയിനിയാക്ക് ക്രിപ്റ്റോണൈറ്റ് ഉപയോഗിച്ച് സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് ആർഗോണിയം ശരീരത്തിലുള്ളതുകൊണ്ട് സൂപ്പർമാൻ അറ്റാക്ക് ഒന്നും ഏൽക്കുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ ബ്രെയിനിയാക്കിനെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് വേഗം ലോയിസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിലുള്ള ആർഗോണിയം ലോയിസിന് കൊടുക്കാൻ വേണ്ടി സൂപ്പർമാൻ പോയതും ആ ബ്രെയിനിയാക്ക് വന്ന ടെസ്റ്റ് ട്യൂബ് തട്ടിപ്പറിച്ചെടുത്ത് അത് നശിപ്പിക്കുകയാണ്. അത് കണ്ടതും സൂപ്പർമാന് ദേഷ്യം വരുന്നു. സൂപ്പർമാൻ ബ്രെയിനിയാക്കിനെ അടിച്ചു വീഴ്ത്തിയിട്ട് പുള്ളിയുടെ തലയിലുള്ള മറ്റേ ചിപ്പ് നശിപ്പിച്ച് കളയുകയാണ്. അതോടെ ബ്രെയിനിയാക്ക് ഇല്ലാതെയാകുന്നു. അപ്പോൾ തന്നെ സൂപ്പർമാൻ ലോയിസിൻ്റെ അടുത്തേക്ക് ചെന്നതും ലോയിസ് മരിച്ചത് കണ്ട് സൂപ്പർമാൻ ഞെട്ടിപ്പോവുകയാണ്. ഇപ്പോൾ ലോയിസ് മരിച്ചത് കണ്ട് വളരെ സങ്കടത്തോടെ സൂപ്പർമാൻ ലോയിസിനെ കരഞ്ഞുകൊണ്ട് ഉമ്മ വെച്ചതും അപ്പോൾ തന്നെ ലോയിസിന് ജീവൻ തിരിച്ച് ലഭിക്കുകയാണ്. അത് കണ്ട് സൂപ്പർമാൻ വളരെയധികം സന്തോഷമാവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സൂപ്പർമാൻ്റെ ശരീരത്തിലും മറ്റേ ആർഗോണിയം സബ്സ്റ്റൻസ് ഇപ്പോൾ ഉണ്ടല്ലോ, അത് കാരണമാണ് ലോയിസിന് ജീവൻ തിരിച്ച് ലഭിച്ചത്. അങ്ങനെ ഇപ്പോൾ ജീവൻ തിരിച്ച് ലഭിച്ച ലോയിസ് സൂപ്പർമാനെ നോക്കി ക്ലാർക്കാണോ നീ എന്ന് ചോദിച്ചതും സൂപ്പർമാൻ താൻ ക്ലാർക്ക് കെൻ്റ് അല്ല എന്ന് ലോയിസിനോട് പറയുകയാണ്. ഇപ്പോൾ സൂപ്പർമാൻ തൻ്റെ രഹസ്യം തുറന്നു പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താൻ കാരണം ഇനി ഒരിക്കലും ലോയിസിന് അപകടമൊന്നും സംഭവിക്കരുതെന്ന് ഓർത്താണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പുള്ളിക്കാരൻ ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സൂപ്പർമാൻ ക്ലാർക്ക് കെൻ്റായി വേഷം മാറി ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ലോയിസിനെ ആദ്യം കണ്ട് യാത്ര പറയുവാനായി അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ലോയിസിൻ്റെ കൂടെ പുള്ളിക്കാരിയുടെ ബോസായ മിസ്റ്റർ വൈറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്ലാർക്ക് അവരോട് രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് മിസ്റ്റർ വൈറ്റിന് സിറ്റിയിൽ ഏതോ സൂപ്പർ വില്ലൻ പ്രശ്നമുണ്ടാക്കുന്നെന്ന വിവരം ഫോണിൽ കൂടെ ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ മിസ്റ്റർ വൈറ്റ് ക്ലാർക്കിനോട് വേഗം അവിടെ പോയി അതിൻ്റെ ഫോട്ടോ എടുക്കാനും പിന്നെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എഴുതുവാനും അങ്ങോട്ട് പോകാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ക്ലാർക്ക് റിട്ടയർ ചെയ്യാൻ പോകുന്ന കാര്യം മിസ്റ്റർ വൈറ്റിനോട് പറയാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അത് പറയുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ലോയിസ് മിസ്റ്റർ വൈറ്റ് പറഞ്ഞതെല്ലാം കേട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഓടിപ്പോയി ഒരു ടാക്സിയും വിളിച്ച് ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അത് കണ്ടതും താൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോയിസ് ഓരോ പ്രശ്നങ്ങൾ തേടി പോകുമെന്നും അത് അവളുടെ സ്വഭാവമാണെന്നും ക്ലാർക്കിന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ രാജിവെക്കാൻ പോകുന്ന കാര്യം മിസ്റ്റർ വൈറ്റിനോട് പറയാത്തത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ ലോയിസിനെ സഹായിക്കുവാൻ സന്തോഷത്തോടെ അവിടുന്ന് സൂപ്പർമാനായി വേഷം മാറി പോവുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.